വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഗോപാലകൃഷ്ണൻ അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ അച്ഛൻ അവിടെ നിന്ന് അച്ഛൻ എങ്ങോട്ടും പോകുന്നില്ല, അച്ഛൻ ഇവിടെ തന്നെ താമസിക്കാമെന്ന് രാജീവ് പറയുകയാണ്. അന്നേരം ശ്യാമയ്ക്കാണെങ്കിൽ ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. ദേ സാറേ, ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുത്. സാറിൻ്റെ വാടക വീട് ഒഴിഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണത്തിലാണ് ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഭക്ഷണവും താമസ സ്ഥലവും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അത് വല്യച്ചിയുടെ കാര്യത്തിൽ മതി, ഞങ്ങളുടെ കാര്യത്തിൽ വേണ്ട എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ രാജീവ് അങ്ങ് ആകെ കലിയേറിയിരിക്കുകയാണ്. ഒന്നത് ശാരികയോട് ബാലചന്ദ്രൻ വിളിച്ച് ആ ദേഷ്യത്തിലുമൊക്കെ നീക്കുമ്പോൾ കൈ വീശി ഒരെണ്ണം അങ്ങ് ശ്യാമയ്ക്ക് കൊടുക്കുകയാണ്. ആ അടി കൊണ്ട് ശ്യാമ അങ്ങ് ശാരദാമ്മയുടെ തോളിലേക്ക് വീഴുകയാണ്. അന്നേരം അയ്യോന്ന് ശാരദാമ്മയെ വെക്കുന്നുണ്ട്, സാറേന്ന് ശാരികയും വിളിക്കുകയാണ്. തുടർന്ന് ആകെ അങ്ങ് കത്തി ജ്വലിച്ചുകൊണ്ട് രാജീവ് പറയുകയാണ്, മതി പെൺഭരണം, ആണൊരുത്തൻ്റെ കൈക്കരുത്ത് അറിയാത്തതിൻ്റെ ദോഷമാണ് ഇപ്പോൾ ഈ കുടുംബം മുഴുവൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് എൻ്റെ തീരുമാനമാണ്. അച്ഛൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഈ വീട്ടിലെ മൂത്ത മരുമകൻ്റെ തീരുമാനം. അതിൽ എതിർപ്പുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. പിന്നെ ഈ മനുഷ്യൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനും ഇറങ്ങും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാരികയും കണ്ടം വിടുന്നുണ്ട്. തുടർന്ന് ശ്യാമയാണെങ്കിൽ ആകെ ദേഷ്യത്തോടെ തന്നെ നിൽക്കുകയാണ്. അന്നേരം രാജീവ് പറയുകയാണ്, ഓ ഇയാൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തായിരിക്കും സംഭവിക്കുക എന്നല്ലേ കുഞ്ഞു വിചാരിച്ചത്? നീ പെട്ടെന്ന് ഭൂതകാലമൊക്കെ അങ്ങ് ഇപ്പോൾ കഴിഞ്ഞുപോയ കാലമൊക്കെ അങ്ങ് മറന്നുപോയി. ഞാനിവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ സകല ചെലവുകളും വഹിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. അല്ലാതെ ആരുടെയും ഔദാര്യത്തിലൊന്നും അല്ല ഞാൻ ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. കുഞ്ഞ് കബഡി കളിച്ച് നടക്കുമ്പോൾ ജീവിതത്തിലെ സാഹചര്യങ്ങളും വീട്ടിൽ എങ്ങനെ കഴിയുന്നു എന്നുകൂടി ചിന്തിക്കേണ്ടായിരുന്നു. അതൊക്കെ നിനക്കറിയാമോ? മക്കളെ, 3 മക്കളെ ഉപേക്ഷിച്ചു പോയ അച്ഛൻ്റെ ചിത്രം മാത്രമേ നിൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളൂ. അതിന് പിന്നീട് അച്ഛൻ വന്ന് പശ്ചാത്തപിച്ചപ്പോൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ മറന്നുപോയോ? ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പണം ഇദ്ദേഹം ചെലവാക്കിയിട്ടുള്ളത് നിനക്ക് വേണ്ടി തന്നെയാണ്. ആ കാര്യങ്ങളൊന്നും നിന്നെ ഓർമ്മിപ്പിക്കേണ്ടെന്ന് ഞാൻ തന്നെയാണ് എല്ലാവരോടും പറയുന്നത്. പക്ഷെ നീ ആയിട്ട് അതിന് സമ്മതിക്കുന്നില്ല. മയക്കുമരുന്ന് കേസിൽ വിട്ട് ആ പോൾസൺ ലക്ഷങ്ങൾ എണ്ണി ചോദിച്ചപ്പോൾ കണക്കൊന്നും ചോദിക്കാതെയാണ് ഇദ്ദേഹം പൈസ എടുത്തു കൊടുത്തത്. പിന്നെ നിൻ്റെ ഒരു കൂട്ടുകാരനുണ്ടല്ലോ മനു, അവനാണെങ്കിൽ നിന്നെ കോളേജിലിട്ട് വലിച്ചു കീറാൻ തുടങ്ങിയപ്പോഴും മുണ്ടും മടക്കി കുത്തി മുന്നിൽ വന്ന് നിന്നെ രക്ഷിച്ചത് ആരാണ്? ഇദ്ദേഹമല്ലേ? അതൊക്കെ നീ അങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം എല്ലാവർക്കും അങ്ങ് ചെറുതായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മയോടും ചോദിക്കുകയാണ്, മകളെ കെട്ടിക്കണമെന്നും കല്യാണത്തിന് പണം സമ്പാദിക്കണമെന്നും ഒക്കെ ശാരദാമ്മയ്ക്ക് ഇപ്പോഴാണോ തോന്നിയത്? അമ്മ എന്നുള്ളൊരു വാക്ക് മക്കൾക്ക് ഉരുവിട്ട് കൊടുക്കുന്നതിനോടൊപ്പം ഉച്ചരിക്കേണ്ട ഒരു വാക്ക് കൂടി ശാരദാമ്മ മറന്നുപോയി എന്നിങ്ങനെ രാജീവങ്ങ് ആകെ സങ്കടപ്പെട്ടും വിതുമ്പിയൊക്കെയാണ് പറയുന്നത്. നേരെ ശാരദാമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അച്ഛൻ എന്നിങ്ങനെ രാജീവ് പറയുമ്പോൾ അങ്ങ് ശാരദാമ്മയ്ക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട്. അതിനത്രത്തോളം വ്യാപ്തിയും വലുതും ജീവിതഭാരവും ഒക്കെ ഉണ്ട്. ആ ആണൊരുത്തം കൂടി ഉണ്ടെങ്കിൽ കുടുംബം പൂർണ്ണമാകുകയുള്ളൂ. ഇപ്പോൾ തീരുമാനം എടുക്കേണ്ടത് ശാരദാമ്മയാണ്. അത് നാളെ എനിക്കും കൂടി ഒരു പാഠമായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ശാരിക ഒന്ന് നോക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ശാരദാമ്മ എടുക്കുന്ന തീരുമാനമാകുമല്ലോ നാളെയും ശാരികയും എടുക്കാൻ പോകുന്നത്. പിന്നെ ഞാനറിയാം ഈ വീട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ തീരുമാനം ഈ രാജീവ് ഉണ്ടാക്കിയിരിക്കും എന്ന് പറയുകയാണ്. തുടർന്ന് വീണ്ടും രാജീവ് അങ്ങ് പറയുന്നുണ്ട്, ഈ അച്ഛന് ഇപ്പോൾ ഒരു നഷ്ടമുണ്ടായി. അദ്ദേഹം തന്നെ സൃഷ്ടിച്ചുണ്ടാക്കിയ ഒരു ലോകം അദ്ദേഹത്തിന് നഷ്ടമായി. ഭാര്യ എന്ന് പറഞ്ഞിരുന്ന സ്ത്രീയും കുറേ നോട്ടുകെട്ടുകളും ഒക്കെ പോയി. പക്ഷേ അതിനേക്കാൾ സുന്ദരമായ ഒരു ലോകം നിങ്ങൾ വിചാരിച്ചാൽ ഇദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് സാധിക്കും. ചണ്ടിയായി കഴിഞ്ഞാൽ ഉപേക്ഷിക്കുകയല്ല വേണ്ടത്, അതിന് പറഞ്ഞു നിൽക്കാനായിട്ട് ഭൂതകാലം എന്നൊരു ന്യായീകരണം അതൊന്നും നിങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നതിന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ പോക്രിത്തരമാണ് ശാരദാമ്മയെന്ന് ഇങ്ങനെ അങ്ങ് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അമ്മയും മക്കളും ഒക്കെ അടങ്ങുന്ന ഒരു സുന്ദരമായൊരു ലോകം ഇദ്ദേഹത്തിന് സൃഷ്ടിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ ശ്യാമയ്ക്കും ചെറുതായിട്ട് സങ്കടം തോന്നുന്നുണ്ട്. തുടർന്ന് ഗോപാലകൃഷ്ണൻ്റെ കൈകളിലേക്ക് പിടിച്ചിട്ട് വാ അച്ഛ എന്ന് വിളിക്കുകയാണ്. അന്നേരം കൈ അങ്ങ് മാറ്റിയിട്ട് മോനെ ഞാനെന്ന് വിളിക്കുമ്പോൾ അച്ഛനൊന്നും പറയണ്ട വന്നേ എന്ന് പറഞ്ഞിട്ട് രാജീവ് ഗോപാലകൃഷ്ണനെയും പിടിച്ചുകൊണ്ടങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. ഇതേസമയം ശാലിനി ആണെങ്കിൽ വീട്ടിൽ കുഞ്ഞിനെ കളിപ്പിക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, എൻ്റെ പാറക്കുട്ടിയോട് എല്ലാവർക്കും എന്ത് സ്നേഹമാണ്, എല്ലാവരും കാണാനൊക്കെ വരുന്നുണ്ടല്ലോ, പക്ഷേ മോളുടെ അമ്മയ്ക്ക് മാത്രം വരാനായിട്ട് സാധിക്കുന്നില്ല, അതിനിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ പറഞ്ഞിങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത്. ആഹാ, പാറക്കുട്ടി ഉറങ്ങിയില്ലേ എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് അടുത്തേക്ക് വരുമ്പോൾ പാറക്കുട്ടിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് ഇങ്ങനെ ചാടുകയാണ് എടുക്കാനായിട്ട്. തുടർന്ന് വിഷ്ണു അങ്ങ് എടുക്കുന്നുണ്ട്. തുടർന്ന്
തുടർന്ന് മോൾ ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ വരാതെ എങ്ങനെയാണ് മോൾ ഉറങ്ങുന്നത്, അച്ഛൻ്റെ ജോലിക്കാര്യം എന്തായി, എങ്ങനെയുള്ള ജോലിയാണ്, അവൾക്ക് കൺമഷിയും ചാന്തുമൊക്കെ വാങ്ങാൻ തികയുമോ, ശമ്പളം എത്രയാണ് എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞിൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ശാലിനി ചോദിക്കുകയാണ്. വിഷ്ണുവിനോടായിട്ട് തന്നെയാണ് ആ ചോദ്യം. തുടർന്ന് ശാലിനി ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, ഭാരിച്ച ജോലിയാണോ, എത്ര സമയം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ മുഖം കൊടുക്കുന്നില്ല. തുടർന്ന് വിഷ്ണു തിരികെ കുഞ്ഞിനെ അങ്ങ് ശാലിനിയുടെ കൈകളിലേക്ക് കൊടുത്തിട്ട് പാറുക്കുട്ടി ഞാൻ ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് കൊണ്ടുവന്ന സഞ്ചിയിൽ നിന്നും ഒരു തൊട്ടിൽ, സ്പ്രിങ് തൊട്ടിൽ, ചുറ്റിക്കെട്ടി ഒരു സ്പ്രിങ് തൊട്ടിലെടുക്കുകയാണ്. എന്നിട്ട് ഇനി എൻ്റെ പാറുക്കുട്ടി തുണി തൊട്ടിലൊന്നും കിടക്കണ്ട, ഇതിൽ കിടക്കുമ്പോൾ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കാണാമെന്നും പറഞ്ഞ് അത് ശാലിനിയുടെ കൈകളിലേക്ക് എടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞത് തൊട്ട് വലിച്ചൊക്കെ നോക്കുന്നുണ്ട്. തുടർന്ന് ജോലിക്കാര്യത്തെക്കുറിച്ചൊന്നും വിഷ്ണുവേട്ടൻ പറഞ്ഞില്ലല്ലോ, എന്തായി പോയിട്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു ശാലിനിക്ക് ആദ്യമൊന്നും മുഖം കൊടുക്കുന്നില്ല. പിന്നീട് വിഷ്ണു പറയുന്നുണ്ട്, പത്രോസ്റ്റാൻ്റെ വീട്ടിലേക്ക് അല്ല തടിമില്ലിലേക്കാണ് കമലിന് എന്നെ കൊണ്ടുപോയത്. അവിടെ ഒരു ഡ്രൈവർ വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെന്നപ്പോഴും അത് കിട്ടിയില്ല, അതിന് വേറെ ആളായി എന്ന് പറയുകയാണ്. ആണോ, അപ്പോൾ ആ ജോലിയും കിട്ടിയില്ലേന്നും പറഞ്ഞ് ശാലിനിയും വിഷമിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, ഇല്ല അവിടെ തന്നെ വേറൊരു ജോലി ശരിയായിരുന്നു. അന്നേരം എന്ത് ജോലിയാണ് വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ശാലിനിയാണെങ്കിൽ ആകെ സന്തോഷത്തിൽ ആകാംക്ഷയോട് കൂടി ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു മനസ്സിൽ കരുതുകയാണ്, ലോഡിങ് ആണ് എന്ന് പറഞ്ഞാൽ ശാലിനിക്ക് ആകെ വിഷമമാകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അത് സൂപ്പർവൈസർ ജോലിയാണ് എനിക്ക് കിട്ടിയതെന്ന് ഇങ്ങനെ വിഷ്ണു പെട്ടെന്ന് അങ്ങ് കള്ളം പറയുകയാണ്. അന്നേരം സൂപ്പർവൈസർ ജോലിയോ, അതും തടിമില്ലിൽ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ കുഴപ്പം, സൂപ്പർവൈസർക്ക് അവിടെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, അതങ്ങോട്ട് എടുത്തിട്ട് ഇതെങ്ങോട്ട് എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞാൽ മതി, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ വിഷ്ണു പറയുകയാണ്. തുടർന്ന് എന്നാലും വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ശാലിനി വീണ്ടും അതിനെക്കുറിച്ചൊക്കെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണു പെട്ടെന്ന് വിഷയം മാറ്റുകയാണ്. ഞാൻ വേറൊരു കൂട്ടം കൂടി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അടുത്ത കവറിൽ നിന്നും കുറച്ച് പുസ്തകങ്ങൾ എടുത്ത് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ശാലിനി നോക്കുമ്പോൾ IAS കോച്ചിങ്ങിനുള്ള പുസ്തകങ്ങളാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതും പഠിച്ച് വേഗം അങ്ങ് കളക്ടർ ആയിക്കൊള്ളണം. കുഞ്ഞിന് വാങ്ങിച്ചത് ഉണരാനുള്ള തൊട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് കുഞ്ഞിന് വാങ്ങിച്ചത് ഉറങ്ങാനുള്ള തൊട്ടിലാണെങ്കിൽ അമ്മയ്ക്ക് വാങ്ങിച്ചത് ഉറങ്ങാതിരിക്കാനുള്ള പുസ്തകങ്ങളാണ്, പഠിച്ച് പാസ്സായിക്കൊള്ളണം എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ആ ജോലിക്കാര്യത്തെക്കുറിച്ച് ചോദിക്കാതിരിക്കാനുള്ള ശ്രമിക്കുകയാണ് വിഷ്ണു. തുടർന്ന് ഇനി ഒരു സാധനം കൂടി ഉണ്ടെന്നും പറഞ്ഞ് പോക്കറ്റിൽ നിന്നും ഒരു വള എടുത്ത് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം വള ഇങ്ങനെ നോക്കുമ്പോൾ അത് ശാരിക അന്ന് ശാലിനിക്ക് പണയം വെക്കാനായിട്ട് കൊടുത്ത വളയായിരുന്നു. പക്ഷേ അത് വിഷ്ണു ഇപ്പോൾ കൊണ്ടുവന്ന് ശാലിനിയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ്. ഇനി ശാലിനി പണയം വെച്ച വള വിഷ്ണു എങ്ങനെ എടുത്തു എന്നുള്ള ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. അങ്ങനെ വിഷ്ണുവേട്ടാ ഇത് എന്നും പറഞ്ഞ് നോക്കുമ്പോൾ അങ്ങ് ശാലിനി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് പോക്കറ്റിൽ നിന്നും കുറച്ച് ഒരു 300-500 നോട്ട് എടുത്തിട്ട് അത് ശാലിനിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ബാക്കി പണമാണ്, ഇതും താൻ വച്ചു എന്നും പറഞ്ഞ് ശാലിനിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് അങ്ങ് സന്തോഷവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്, കണ്ണൊക്കെ നിറയുകയാണ്. അന്നേരം ഇത്രയും പണം ഇതൊക്കെ എവിടെ നിന്നാ, എങ്ങനെ സാധിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പത്രോസ് ചായനായിട്ട് കുറച്ച് പണം അഡ്വാൻസ് ആയിട്ട് തന്നു, ഇതാ നീ അങ്ങോട്ട് വെച്ചോ, നാളെ മുതൽ ഇവിടെ തന്നെ ജോലിക്ക് വരണം എന്നും പറഞ്ഞ് പിടിച്ച് ഏൽപ്പിച്ചതാണ്, എന്നെ അങ്ങോട്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അങ്ങ് പറഞ്ഞ് സമർത്ഥിക്കുകയാണ്. തുടർന്ന് വീണ്ടും വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് അങ്ങ് ശാലിനി നിൽക്കുമ്പോൾ വളയം പിടിച്ച് നിൽക്കുമ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുവന്നേ, വല്ലാത്ത ക്ഷീണം, ദാഹിച്ചിട്ട് വയ്യ എന്ന് പറയുകയാണ്. പക്ഷേ ശാലിനി വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ദാഹിച്ചിട്ട് വയ്യടോ, കൊണ്ടുവാടോ എന്നും പറഞ്ഞ് ഒരുവിധം ശാലിനിയെ വിഷ്ണു അങ്ങ് പറഞ്ഞു വിടുകയാണ് അടുക്കളയിലേക്ക്. പക്ഷേ പിന്നീട് കസേരയിലിരുന്ന് ഞെളിയും നിവരിയും ഒക്കെ ചെയ്യുകയാണ്. കഴുത്തും കൈയും കാലും ഒക്കെ വിഷ്ണുവിനങ്ങ് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. ഇതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ രാത്രി ഉറക്കമില്ലാതെ ഗോപാലകൃഷ്ണൻ വരാന്തയിലൊക്കെ നടക്കുകയും അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ അവിടേക്ക് വരികയാണ്. തുടർന്ന് ശാരദയെ കാണുമ്പോൾ ഗോപാലകൃഷ്ണൻ ആകെ അങ്ങ് അസ്വസ്ഥനാവുകയാണ്. ഇനി പോകാൻ പറയുമോ നിൽക്കാൻ പറയുമോ എന്നുള്ളവരൊക്കെ ഒരു വീർപ്പുമുട്ടല്ലേ. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് നിലാവ് കാണാനായിട്ട് നല്ല രസമാണല്ലേ, നമ്മൾ മുമ്പ് ഇവിടെ ഒരുമിച്ചിരുന്ന് നിലാവ് കണ്ടതൊക്കെ ഗോപാലേട്ടന് ഓർമ്മയുണ്ടോ? പക്ഷേ മുന്നിലേക്ക് നോക്കിയാൽ നിലാവും ഇരുട്ടും ഒക്കെ കാണാൻ സാധിക്കും. നമ്മൾ അന്ന് നിലാവ് മാത്രമാണ് കണ്ടത്. പക്ഷേ പിന്നീട് ഗോപാലേട്ടൻ ഒരിക്കൽ എന്നെ അവിശ്വസിച്ച് ഇവിടുന്ന് എന്നെയും മക്കളെയും ഒക്കെ ഇട്ടിട്ട് പോയപ്പോൾ പിന്നെ ഇരുട്ട് മാത്രമായിരുന്നു, പിന്നെ അങ്ങോട്ടുള്ള ജീവിതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സങ്കടകരമായ അവസ്ഥയും അന്നത്തെ അവസ്ഥയും ഇപ്പോഴത്തെ സാഹചര്യവും ഒക്കെ അങ്ങ് ശാരദാമ്മ പറയുകയാണ്. ഇപ്പോഴെനിക്ക് നിർവികാരതയോടുകൂടി പെട്ടെന്ന് പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കും, പക്ഷേ അന്ന് ഞാൻ അനുഭവിച്ച വേദന എനിക്ക് മാത്രമേ അറിയൂ. രാജീവ് സാറ് പറഞ്ഞത് ഗോപാലേട്ടൻ ഇവിടെ നിൽക്കുന്നതിനോട് ഞാനൊരു തീരുമാനം എടുക്കാനാണ്, പക്ഷേ അത്
പറഞ്ഞത്. പക്ഷേ അന്ന് നഷ്ടപ്പെട്ട വിശ്വാസമൊന്നും ഇപ്പോൾ എനിക്ക് ഇല്ല. ഭർത്താവ് എന്നാണ് ഞാൻ അധികം വിശ്വസിച്ചിരുന്നത്. പക്ഷെ അതെനിക്ക് കൈവിട്ടു പോയി. അതുകൊണ്ട് രാജീവ് സാറ് പറഞ്ഞതുപോലെ വിശ്വാസവും സ്നേഹവും ഒക്കെ ഉള്ളൊരു ലോകം ഗോപാലേട്ടനെ സൃഷ്ടിച്ച് തരാനായിട്ട് എനിക്ക് സാധിക്കില്ല. എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ശാരദ അങ്ങ് തൊഴുതു നിൽക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണന് ആകെ സങ്കടം വരുന്നുണ്ട്. തുടർന്ന് അകത്തേക്ക് കയറി പോകാൻ നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ഗോപാലേട്ടനോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ഞാൻ പറയില്ല എന്ന്. അത്രയും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ സുസ്മിതയുടെ റൂമാണ്. സുസ്മിത ഉറക്കം എഴുന്നേറ്റിട്ടില്ല. തുടർന്ന് സുസ്മിതയുടെ ഫോൺ അങ്ങ് ബെല്ലടിക്കുകയാണ്. അന്നേരം കണ്ണ് തുറക്കാതെ തന്നെ ആ മുകളിൽ മേശപ്പുറത്തിരിക്കുന്ന ഫോൺ ഇങ്ങനെ സുസ്മിത വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് കോൾ എടുത്ത് ചെവിയിലേക്ക് വെക്കുന്നുണ്ട്, ഹലോ എന്ന്. അന്നേരം ഉറക്കം എണീറ്റില്ലേ സുസ്മിത എന്നും പറഞ്ഞ് മറുതലയ്ക്കുന്ന് സംസാരിക്കുകയാണ്. ഒരു നിഴല് പോലെയുള്ള ഒരു രൂപം മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ അത് ഒരു സ്ത്രീ രൂപമായിട്ടാണ് കാണിക്കുന്നത്. തുടർന്ന് അതിന് നേരം വെളുത്ത് തുടങ്ങുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ സുസ്മിത കണ്ണടച്ച് പിടിച്ചുകൊണ്ട് തന്നെയാണ് തിരിച്ചു പറയുന്നത്. സുസ്മിതയ്ക്ക് ആരാണെന്ന് മനസ്സിലായില്ല. അന്നേരം തിരിച്ച് മറുതലയ്ക്കൽ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ഞാനിങ്ങനെ ഒരേ കിടപ്പല്ലേ, അതുകൊണ്ട് എനിക്ക് നേരം വെളുക്കുന്ന ഇരുട്ട് ഒന്നും അറിയാൻ പറ്റില്ല എന്നിങ്ങനെ ആ സംസാരം പറയുകയാണ്. പക്ഷേ അന്നേരം സുസ്മിത ചോദിക്കുന്നു, അതിന് നീ ആരാ, എനിക്ക് മനസ്സിലായില്ല എന്നിങ്ങനെ സുസ്മിത ഒന്ന് സംശയിച്ച് ചെറുതായിട്ട് ഉണരുന്നുണ്ട് സുസ്മിത. അന്നേരം നിന്റെ തൊട്ടപ്പുറത്തെ റൂമിൽ കിടക്കുന്ന എന്നെ ഇതുവരെ നിനക്ക് മനസ്സിലായില്ലേ, അല്ലെങ്കിൽ സംസാരം കേട്ടിട്ട് മനസ്സിലായില്ലേ സുസ്മിതയെന്ന് ചോദിച്ച് അതങ്ങ് ചിരിക്കുകയാണ്. സംസാരം പ്രീതിയുടേതാണ് കാണിക്കുന്നത്. പ്രീതി ഇങ്ങനെ ജനാൽക്കൽ തിരിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. തുടർന്ന് സുസ്മിത അങ്ങ് പെട്ടെന്ന് അന്തം വിട്ട് ചാടി എഴുന്നേൽക്കുകയാണ്. ഫോണും കൊണ്ട് കട്ടിൽ തന്നെ എഴുന്നേറ്റിരുന്നിട്ട് പ്രീതി എന്നിങ്ങനെ പറയുകയാണ്, ചുണ്ടുകൊണ്ട് പറയുകയാണ്. അന്നേരം മറുതലയ്ക്കൽ പൊട്ടിച്ചിരിയും. തൊട്ടപ്പുറത്തെ റൂമിൽ ഇങ്ങനെ കോമ സ്റ്റേജിൽ കിടക്കുന്ന പ്രീതിയെയും കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സുസ്മിത അത് സ്വപ്നം കണ്ട് ഉണർന്നതാണോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു. ആദ്യം ഫോൺ വന്നപ്പോൾ ഞാനും കരുതിയ രോഹിത്തിൻ്റെ ഫോൺ ആയിരിക്കുമെന്നാണ്. പക്ഷെ രോഹിത്തിൻ്റെ അല്ല, പ്രീതി വിളിക്കുന്നതായിട്ടാണ്. മിക്കവാറും ഇത് സ്വപ്നമായിരിക്കും. ഓക്കെ, താങ്ക് യു.